السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. ഈയിടെയാണ് തിരുവനന്തപുരം ജില്ലയിൽ സ്കൂളിൽ നിന്നും വഴുകിയെത്തിയ മകനെ ശകാരിച്ച ഉപ്പയ്ക്ക് മറുപടി എന്നോണം ഉപ്പയുടെ മുറിക്കുള്ളിൽ വെച്ച് ആത്മഹത്യ ചെയ്ത ആ പിഞ്ചു ബാല്യന്റെ കഥ സംസാരിക്കുന്നത് ആത്മഹത്യ ഒരു പരിഹാരമോ എന്ന വിഷയത്തെ സംബന്ധിച്ചാണ്. എന്തിനും ഏതിനും ആത്മഹത്യ ചെയ്യുന്നത് ദേശീയ ശരാശരിയേക്കാളും കേരളത്തിൽ 3 ഇരട്ടി കൂടുതലാണ്. കേരളത്തിൽ ഓരോ ദിവസവും 30 ആത്മഹത്യകൾ നടക്കുന്നുണ്ട്, 600 ആത്മഹത്യാ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ നടക്കുന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യയിലോ കൊച്ചു സംസ്ഥാനമായ കേരളം, ഏറ്റവും കൂടുതൽ ഉദ്യോഗസ്ഥന്മാർ അധിവസിക്കുന്ന തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യാ റിപ്പോർട്ട് കേരളത്തിൽ വരുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും വിദ്യാസമ്പന്നരായ ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് തന്നെ ഇത്രയും ആത്മഹത്യാ കണക്കുകൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ടുകൾ വരാനുള്ള കാരണം? ആത്മഹത്യ ഒരു പരിഹാരമാണോ എന്ന് നാം ചർച്ച ചെയ്യേണ്ടതുണ്ട്. നിരക്കിൽ ഏറ്റവും കുറവ് മലപ്പുറം ജില്ലയിലാണ്. മുൻ DGP CB മാത്യു തന്റെ പുസ്തകത്തിലൂടെ അടിവരയിട്ട് പറഞ്ഞു, കേരളം ഇങ്ങനെ മരിക്കണോ എന്ന്, ആത്മഹത്യ ഒരു പരിഹാരമോ? അദ്ദേഹം മലപ്പുറം ജില്ലയെ പരാമർശിച്ചത് അവിടെ അധിവസിക്കുന്ന ജനങ്ങൾ മതാടിസ്ഥാനത്തിൽ ജീവിക്കുന്നത് കൊണ്ടായിരിക്കാം അവിടെ ആത്മഹത്യ ഇത്രത്തോളം വർധനവ് കമ്മിയാകാനുള്ള കാരണമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ലോകത്ത് ഓരോ സെക്കൻഡിലും ഓരോ ആത്മഹത്യകൾ നടക്കുന്നു. ഓരോ മണിക്കൂറിലും 10 ലക്ഷത്തോളം ആത്മഹത്യകളാണ് ലോകത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇവിടെയാണ് നാം ചർച്ച ചെയ്യേണ്ടത് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ. വളരെ സുന്ദരമായി വിശദമായി ഖുർആൻ പരിചയപ്പെടുത്തിയ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മക്കളെ രണ്ടുപേരെയും കാണാതായിട്ട് വർഷങ്ങളേറെയായി. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ശേഷിക്കുന്ന മക്കളോട് പറഞ്ഞത്, ലാ തഹ്സൻ, നിങ്ങൾ ദുഃഖിക്കേണ്ട ആവശ്യമില്ല, ഇന്നല്ലാഹ മഅന, തീർച്ചയായും അല്ലാഹു നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള വചനം, ഈ വചനത്തെയാണ് സമൂഹത്തിൽ ആകമാനം സ്പ്രെഡ് ചെയ്യേണ്ടത്. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോലെയുള്ള നിരവധി പണ്ഡിതന്മാർ അവർക്ക് ജീവിതത്തിൽ യാതനകൾ, കഷ്ടപ്പാടുകൾ, പ്രതികൂല സാഹചര്യങ്ങൾ തരണം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അവർ ആത്മഹത്യ ഒരു പരിഹാരമായി കണ്ടിട്ടില്ല. ഇന്നല്ലാഹ മഅന എന്നുള്ള മുദ്രാവാക്യത്തെ നെഞ്ചോട് ചേർത്താണ് അവർ ഇക്കാലം അത്രയും പ്രവർത്തിച്ചു വന്നത്, ഇക്കാലം അത്രയും ജീവിച്ചു കാണിച്ചു തന്നിട്ടുള്ളത്. ലോകത്ത് മതമില്ലാതെ ജീവിക്കുന്നവർ 68% പേരാണ്. ഈ മതമില്ലാതെ ജീവിക്കുന്നവരിലാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ റിപ്പോർട്ട് ചെയ്യുന്നുള്ളതെന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ നമുക്ക് ശ്രവിക്കാനാവും, കാണാനാവും. സമൂഹത്തിലൂടെ ഉയർത്തിപ്പിടിക്കേണ്ട ആശയം ഇന്നല്ലാഹ മഅന, ഏത് പ്രതികൂല സാഹചര്യമുണ്ടെങ്കിലും എന്തിനും ഏതിനും ആത്മഹത്യ ചെയ്യുകയല്ല വേണ്ടത്, അവിടെ അള്ളാഹു ഉണ്ട് എന്നുള്ള പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷയിലൂടെ നമുക്ക് പുതിയ ആശയങ്ങളെ രൂപപ്പെടുത്താനാകും എന്ന് മാത്രം ഉയർത്തിക്കാണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.